18ാം ലോകസഭയിലെ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്റെ നന്ദി പ്രമേയ ചർച്ചയിൽ വളരെ പ്രധാനമായ വിഷയമായി പ്രതിപക്ഷ നേതാവ് ലോകസഭയിൽ ഉന്നയിച്ച വിഷയമായിരുന്നു അഗ്നിപഥ്. അഗ്നിപഥ് സ്കീമിനെ കുറിച്ച് രാജ്യത്ത് ഉടനീളം ചർച്ചയും പ്രതിഷേധവും നടന്നിട്ടുണ്ട്. അജയ് കുമാർ എന്നു പേരായ ഒരാൾ ജനുവരി 18-ന് ജമ്മു കാശ്മീരിൽ വെച്ച് കൊല്ലപ്പെടുന്നു. മൈനിങ്ങിൽ കൊല്ലപ്പെട്ട ആ ജവാന് ഒരു തരത്തിലുള്ള സഹായവും ഗവൺമെന്റ് വക കിട്ടിയിട്ടില്ല എന്ന് ആ കുടുംബത്തെ ഉദ്ധരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. വീരമൃത്യു വരിക്കുന്നവരെ ഒരിക്കലും ഷഹീദ് എന്ന് നരേന്ദ്രമോദി വിളിക്കില്ല. അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യവും മറ്റ് പട്ടാളക്കാർക്ക് ലഭിക്കുന്നത് പോലെ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ രാജ്നാഥ് സിംഗ് എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 1 കോടി രൂപ സഹായം നൽകിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസംഗിക്കുന്നു. രാഹുൽ ഗാന്ധി എഴുന്നേറ്റ് നിന്ന് വളരെ വ്യക്തമായി പറയുന്നു, അക്കാര്യം കുടുംബം നേരിട്ട് കൊള്ളും, അവർക്കറിയാം എന്താണ് സത്യാവസ്ഥ എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നു. അതിനുശേഷം അസന്നിഗ്ധമായി രാഹുൽ ഗാന്ധി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ തിരിച്ചു വന്നാൽ, ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അഗ്നിപഥ് സ്കീം വലിച്ചെറിയും, അത് ഈ രാജ്യത്തിന് ആവശ്യമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. രാജ്നാഥ് സിംഗിന്റെ പ്രസംഗവും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും ലോകസഭയിൽ നടന്നതിന് ശേഷം ജൂലൈ 3-ന് രാഹുൽ ഗാന്ധി എക്സിൽ മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അജയ് കുമാറിന്റെ പിതാവിന്റെ വീഡിയോ ഷെയർ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നു, എന്റെയും രാജ്നാഥ് സിംഗിന്റെയും ലോകസഭയിലെ ഇടപെടലിന് ശേഷവും അദ്ദേഹത്തിന്റെ പിതാവ് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് സഹായം ലഭിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ എക്സിൽ രാഹുൽ ഗാന്ധി പോസ്റ്റ് ചെയ്യുന്നു. രാജ്നാഥ് സിംഗ് മാപ്പ് പറയണമെന്ന് പറയുന്നു. ആർമിയുടെ സ്പോക്സ് പേഴ്സൺ എക്സിൽ വളരെ വ്യക്തമായി പോസ്റ്റ് ചെയ്യുന്നു. 1 കോടി രൂപ അജയ് കുമാറിന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്ന വിവരം ആർമിയിൽ നിന്നും ക്ലാരിഫിക്കേഷൻ വരുന്നു. ആരാണ് ഈ വിഷയത്തിൽ കബളിപ്പിച്ചത്, ആരാണ് ഈ വിഷയത്തിൽ കളവ് പറഞ്ഞത്? മാധ്യമങ്ങൾ അജയ് കുമാറിന്റെ പിതാവിന്റെ അടുത്ത് പോകുന്നു. ആർമി സ്പോക്സ് പേഴ്സൺ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഈ തുക ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നും വീണ്ടും അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ വലിയ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. അതോടൊപ്പം അജയ് കുമാറിന്റെ പിതാവ് പറയുന്നുണ്ട് 50 ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കിട്ടിയതാണ്. സത്യത്തിൽ ആരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് ദ വയർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ലഭിച്ച 98 ലക്ഷം, ഏതാണ്ട് 1 കോടി രൂപയിൽ 1 പൈസയും കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടില്ല. ആർമിയും രാജ്നാഥ് സിംഗും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ലഭിച്ച ഈ 1 കോടിയുടെ ബ്രേക്കപ്പ്? ആര് നൽകിയ തുകയാണ്? ഇവിടെയാണ് ഗവൺമെന്റ് കബളിപ്പിക്കുന്നത്. എന്താണ് കാര്യം? അദ്ദേഹത്തിന് ലഭിച്ച 48 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇൻഷുറൻസ് പോളിസി തുകയാണ്. ഗ്രൂപ്പ് ഇൻഷുറൻസിൽ 5000 രൂപ കൊടുത്താൽ എല്ലാ ആളുകൾക്കും ലഭിക്കുന്ന മരണാനന്തര സംഖ്യയാണ് 48 ലക്ഷം രൂപ. ആ പ്രീമിയം അടച്ചപ്പോൾ മരണാനന്തരം കിട്ടുന്ന തുകയാണ് 48 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ SBI ഗവൺമെന്റ് സാലറി കിട്ടുന്ന ആളുകൾ SBIയിൽ അക്കൗണ്ട് എടുത്താൽ, ഗവൺമെന്റിൽ നിന്ന്, സർക്കാരിൽ നിന്ന് സാലറി അക്കൗണ്ട് SBIയിൽ തുടങ്ങിയാൽ സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സിന് SBI നൽകുന്ന ഒരു ആനുകൂല്യമാണ് 50 ലക്ഷം. അത് എല്ലാവർക്കും ലഭിക്കും. ആരെങ്കിലും അവരുടെ അക്കൗണ്ട്, സാലറി അക്കൗണ്ട് SBIയിൽ ആരംഭിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവർ നൽകുന്ന ഒരു ഓഫറാണ്, ഓഫർ തുകയാണ് 50 ലക്ഷം. അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിനും SBIയിൽ സാലറി അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ ഇപ്പോൾ അവർ മരണാനന്തരം ഈ ആനുകൂല്യം നൽകുന്നുണ്ട്. അപ്പോൾ 50 ലക്ഷം രൂപ SBIയുടെ ഓഫറിൽ ലഭിച്ച തുകയാണ്. 48 ലക്ഷം രൂപ ഒരു 48 ലക്ഷം രൂപ പോളിസി പ്രകാരം ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് കിട്ടിയ തുകയാണ്. വീരമൃത്യു വരിച്ചതിൻ്റെ പേരിൽ ഗവൺമെന്റ് ഒരു തുകയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നൽകിയിട്ടില്ല.
രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണ്. രാജ്നാഥ് സിംഗും ആർമിയും കബളിപ്പിക്കുകയാണ്, ആ കുടുംബത്തെയും രാജ്യത്തെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്.